ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 4 നമ്മുടെ ഉത്രാട ദിന പരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. തലേന്ന് തന്നെ നമ്മൾ സദ്യക്കുള്ള എല്ലാ പച്ചക്കറികളെല്ലാം അരിയുകയാണ്. ഞാനും ചിറ്റാമ്മയും ചേച്ചിയും അമ്മയും എല്ലാവരും കൂടെ പച്ചക്കറി എല്ലാം സെറ്റ് ചെയ്യുകയാണ് നാളത്തേക്ക് വേണ്ടിയുള്ള. ഞങ്ങൾ ചുമ്മാ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ച് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് മുറിക്കുകയാണ്. ചേച്ചി ഇവിടെ തേങ്ങ തിന്നുന്നുണ്ട്, ഞാൻ തോരനുള്ള അരിയുകയാണ്, ചിറ്റാമ്മ ഇവിടെ അവിയലിനുള്ള അരിയുന്നു. പിള്ളേർ രണ്ടുപേരും അവിടെ നാളത്തെ പൂക്കളത്തിനുള്ള പൂക്കൾ സെറ്റ് ചെയ്യുകയാണ് ഗൈസ്. എൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് കുറേ സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. അല്ലുവിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ അവൻ എടുത്ത ടൈം ലാപ്സ് ആയിപ്പോയി. എന്നിട്ട് പൂക്കളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം പൂക്കളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതാ പപ്പ പടക്കമൊക്കെ ആയിട്ട് കമ്പിത്തിരിയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തലേന്ന് തന്നെ കമ്പിത്തിരി എല്ലാം കത്തിച്ചു, ചെറുതായിട്ടൊന്ന് വൈബാക്കി നൈറ്റ്. അതിനുശേഷം ഇഞ്ചിക്കറി ഇട്ട് വെച്ചു. നാളത്തേക്കുള്ള ഇഞ്ചിക്കറി നമ്മൾ ഇന്നേ സെറ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറിയൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് സെപ്റ്റംബർ 5 ഓണമാണിന്ന്. ഹാപ്പി ഓണം ഗായ്സ്. രാവിലെ തന്നെ എണ്ണീറ്റ് എല്ലാവരും പണികൾ തുടങ്ങി. ആകെപ്പാടെ പപ്പയും അല്ലുവും മുത്തിക്കിളിയും മാത്രമാണ് രാവിലെ എണ്ണീറ്റ് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നിന്നത്. പിന്നെ ചിറ്റാമ്മയും രാവിലെ പോയി കുളിച്ചു കേട്ടോ. എന്ത് പറ്റിയെന്നറിയത്തില്ല, ഞങ്ങൾ കുളിച്ചൊന്നുമില്ല. നമ്മൾ കുളിക്കാതിരുന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാനം കുളിക്കാമെന്ന് കരുതി. ഓരോരോ പണിയിലെല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീഫ് കറി വെച്ചു കേട്ടോ. മിക്കവാറും എല്ലാവരും തിരുവോണത്തിന് ചിക്കനും ബീഫും ഒന്നും കഴിക്കില്ലായിരിക്കും. നമ്മളിവിടെ ബീഫ് കറിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് വന്നു. ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക്. അതിന് ശേഷം നമ്മൾ പായസം സെറ്റ് ചെയ്തു. കുളിച്ചതിന് ശേഷമാണ് കേട്ടോ പായസമൊക്കെ സെറ്റ് ചെയ്തത്. അതിനുശേഷം എല്ലാവരും വന്നത്. ലാലിപ്പപ്പ വന്നു, പപ്പ വന്നു, പിന്നെ പിള്ളേരെല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം ഓരോരോ കറികളായിട്ട് ചിറ്റാമ്മ ഇവിടെ സൈഡിൽ നിന്ന് വിളമ്പുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് മീനും വിളമ്പുന്നുണ്ട്. അമ്മ പപ്പടമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ പിന്നെ ഞാനും ഇടയ്ക്ക് പായസമൊക്കെ വിളമ്പുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നു. അങ്ങനെ നല്ല അടിപൊളി സദ്യ കഴിച്ചു. എല്ലാവരും നല്ലതായിട്ട് ആസ്വദിച്ച്. പായസത്തിൻ്റെ കാര്യം പറയണ്ട, ഒരു രക്ഷയില്ലായിരുന്നു, അത്രയ്ക്ക് ടേസ്റ്റാണ്. ചിറ്റാമ്മയുടെ സ്പെഷ്യൽ പായസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.